കർഷക സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ മഞ്ചേരിക്കുളം വാഴയാണ്. 110 ദിവസം പ്രായമായി. ഇതിപ്പോൾ നമ്മൾ 2 കോഴിവളം 1 രാസവളം ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച രാസവളം ചേർക്കണം. ഇലകർച്ചിലിന് വേണ്ടി നമ്മളൊരു ഫംഗിസൈഡ് അടിച്ചിരുന്നു. അതിൻ്റെ ഗുണമുണ്ട്, പക്ഷെ ഒന്നുകൂടെ ഒരു മെഡിസിൻ ചെയ്യണം. എന്നാലും കുറേ കുറവുണ്ട്. ഇനിയിപ്പോൾ ഈ കരിഞ്ഞ ഇലകളൊക്കെ പുള്ളി ഇലകളൊക്കെ മുറിച്ച് മാറ്റിയിട്ട് ടിൽറ്റോ ടാറ്റാ ക്രിമാനോ ഏതെങ്കിലും ഒരു മരുന്ന് കൂടെ കൊടുക്കണം. ഇപ്പോൾ ഇതിൽ ചാലിലൊക്കെ വെള്ളമുണ്ട്, നനക്കാറൊന്നുമില്ല കേട്ടോ. ഈ പുല്ലിനൊക്കെ നമ്മൾ ഇന്നൊരു ചെറിയൊരു ഹെർബിസൈഡ് അടിച്ചു. ചെറുതായി ഒന്നാണ്ട് കരിഞ്ഞ് ഒന്ന് വാടിയ ശേഷം വളമിട്ടിട്ട് ചാലിന്ന് കുറച്ച് മണ്ണ് കയറ്റി കൊടുക്കുന്ന രീതിയാണ്. അപ്പോൾ ചാലൊക്കെ ഒന്ന് വൃത്തിയാവുള്ളൂ. അതുമല്ല, ഇനി മഴ സീസണൊക്കെ ആകുമ്പോഴേക്കും നീർവാർച്ച കിട്ടാൻ വേണ്ടി ഒരു പ്രാവശ്യം നമ്മൾ ചാലിന്ന് എടുക്കും. 2 പ്രാവശ്യം ഇവിടുന്ന് തന്നെ തറ മണ്ണ് ചെത്തി കൂട്ടിയിട്ടാണ് ചെയ്തത്. അതിനിപ്പോൾ പണി കുറയും. ഇതിപ്പോൾ ഏകദേശം നോക്കിയിട്ടൊരു 15 ഇല പ്രായമാണുള്ളത്. 110 ദിവസം എന്ന് പറയുമ്പോൾ 15 ഇലയാണ് ഇവിടെ നമ്മൾ വന്നതായിട്ട് കാണുന്നത്. 4 ഇല മുറിച്ച് മാറ്റി, ചിലതിന് 3 മുറിച്ച് മാറ്റിയുള്ളൂ. മൊത്തം 15-16 ഇല പ്രായമാണ് ഇപ്പോൾ ഉള്ളത്. അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 20 പൊട്ടാഷ് ഫാക്ടംബോസും പൊട്ടാഷും കൂടെ കൂട്ടി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഹ്യൂമിക് ആസിഡും മൈക്രോ ഫുഡും കൂടെ ചേർക്കണം. മൈക്രോ ഫുഡ്, ഹ്യൂമിക് ആസിഡ്, ഫാക്ടംബോസ്, പൊട്ടാഷ് ഇതും കൂടെ ചേർത്തിട്ട് ഒരു 200 ഗ്രാം 150 മുതൽ 200 ഗ്രാം വരെ ആണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നല്ല ഇനിയിപ്പോൾ വാഴ അടിയിൽ 4-ാം മാസത്തിൽ ഇവനകത്ത് കൊല രൂപാന്തരപ്പെടും, ഫോർമേഷൻ നടക്കും. അപ്പോൾ ആ സമയത്ത് നല്ല ആരോഗ്യം വേണം വാഴയ്ക്ക്. പൊതുവേ നല്ല വളർച്ച കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പഴയ വീഡിയോയിലൊക്കെ ചെറിയ ചെറിയ വാഴയായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ മഞ്ചേരിക്കുള്ളൻ്റെ വിവരങ്ങൾ. ഓക്കെ, താങ്ക് യു.